Today, sorry, fusionist production മറന്ന് ഒന്നുകൂടെ എടുക്കാട്ടോ. ലാസ്റ്റ് വൈ സ്റ്റുഡിയോ പരിപ്പോട? സ്റ്റുഡിയോ പരിപ്പാട് എന്നുള്ള പേര് വരാൻ കാരണം നിങ്ങളെ ഭാഷ ചോദിക്കണം, എന്തൊക്കെ സുഖല്ലേ അങ്ങനെ പക്ഷെ ചില സമയത്ത് ഒരു കോൺഫ്ലിക്ട് വരുമ്പോ കോളേജിൽ ഇവന്റ്സ് ഉണ്ട്, ചിലപ്പോൾ അത് കട്ട് ചെയ്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ക്ലാസ്. എന്താ വിശേഷം? വെറുതെ അല്ല, എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച സമയത്ത് തന്നെ പരിപ്പുവട മേടിച്ചു തരാന്ന് പറഞ്ഞു. Every great story begins with a frame, and behind every frame, there is someone who sees the world differently. Our first guest is one such storyteller. She captures moments not just with a camera, but with creativity and heart. A freelance photographer, a third-year multimedia student, and a passionate content creator. She is always experimenting, always expressing. And today, she brings her world full of visuals into the very first episode of Studio Paripoda. Let us please welcome Shahada M. Hey everyone, welcome to Studio Paripoda, a Fusionix production. And today we have Shahada with us. And she is a freelance photographer and a third-year multimedia student. So welcome to the show. Thank you. എന്താ വിശേഷം? സുഖമില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഓ കഴിച്ചു. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? കുഴപ്പമില്ല, ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈ സ്റ്റുഡിയോ പരിപ്പോട? സ്റ്റുഡിയോ പരിപ്പാട് എന്നുള്ള പേര് വരാൻ കാരണം പരിപ്പാട എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമല്ലേ. അപ്പൊ അതുപോലെ നമ്മളെ പരിപാടിയും എല്ലാവരും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇഷ്ടം. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിക്കുന്ന ഇതും, പിന്നെ പരിപ്പാട എന്നുള്ള തീം കൊണ്ടുവന്ന് നമ്മളൊരു കാഷ്വൽ ടോക്ക് എന്നുള്ളത് രണ്ടും കൂടെ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ പോയാലോ? ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ അല്ലെ? ക്വസ്റ്റ്യൻസ് പോയാലോ എന്നല്ലേ പറയാ? ലോട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഓക്കെ. സോ ഫസ്റ്റ് എടുത്ത ഫോട്ടോ ഏതാന്ന് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് എടുത്ത ഫോട്ടോ മേ ബി കോളേജിലെ തന്നെ ഇവന്റിന്റെ ആയിരിക്കും. ഐ മീൻ ആസ് എ ഫോട്ടോഗ്രാഫർ എടുത്തത്. കയ്യിലുണ്ടോ? ചാൻസ്. ഓക്കെ. നമ്മള് ഗാലറിയില് ഫസ്റ്റ് എടുത്ത് നോക്കുമ്പോ എന്താ കൂടുതൽ കാണുന്ന സംഭവം? ലൈക്ക് ഫോട്ടോഗ്രാഫിയിൽ തന്നെ എന്താ കൂടുതൽ ക്യാപ്ചർ ചെയ്യാറുള്ളത്? സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ എന്തായിരിക്കും? മേ ബി ചിലപ്പോ സ്കൈ ആയിരിക്കും, അല്ലെങ്കിൽ റാൻഡം പീപ്പിൾ. ഓക്കെ. എന്താണ് ഇതാണ് എനിക്ക് ഇഷ്ടം, ഇതാണ് എന്റെ അംബീഷൻ, ഇങ്ങനെ ആവണം എന്നുള്ള തോന്നാനുള്ള കാരണം? ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇത്ര അധികം ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇതിലുണ്ട് എന്നുള്ളത് അറിയില്ലാണ്. ഞാൻ ഇത് ഏകദേശം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ കുറെ പേരെ കണക്ട് ചെയ്തൊക്കെ വരുന്നത്. അപ്പോ അന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കൈൻഡ് ഓഫ് ഡിഫറെന്റ് ആണ്, ബട്ട് സ്റ്റിൽ എന്നാലും ഫീൽഡിൽ കുറെ പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ പഠിപ്പും ഈ ഫോട്ടോഗ്രാഫിയും കൂടെ കൊണ്ടുനടക്കുന്നത്? കോളേജും ഫോട്ടോഗ്രാഫിയും കുറച്ച് പണിയാണ് ആക്ച്വലി. പക്ഷെ അധികം ഫ്രീലാൻസിങ്ങിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ഒരു സാധനത്തിന്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് ഫ്രീലാൻസിങ്. പക്ഷെ ചില സമയത്ത് ഒരു കോൺഫ്ലിക്ട് വരുമ്പോൾ കോളേജിൽ ഇവന്റ്സ് ഉണ്ട്, ചിലപ്പോൾ അത് കട്ട് ചെയ്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എക്സാമിന്റെ ടൈം ആയിരിക്കുമ്പോൾ വർക്ക് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് സെം എക്സാമിന്റെ സമയത്തൊക്കെ. എനിക്ക് വന്നതിൽ ഭയങ്കര വലിയതൊരു വർക്ക് എനിക്ക് എക്സാം കാരണം മാറ്റിയേക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. എങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകും. മാത്രമല്ല നമ്മുടെ പഠനത്തിന്റെ ഭാഗം കൂടി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ പോകും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ മൾട്ടിമീഡിയ അല്ല വേറെ ഏതെങ്കിലും കോഴ്സ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. വർക്കൊക്കെ കിട്ടലുണ്ടോ? ഓ കുഴപ്പമില്ല, വെഡിങ്സ് ആണെങ്കിലും ഇവന്റ്സ് ആണെങ്കിലും ഞാൻ പോകുന്നുണ്ട്. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് പോണേക്കാട്ടിലും മുന്നേ നമ്മുടെ ഇതിന്റെ പേര് തന്നെ സ്റ്റുഡിയോ പരിപ്പോട എന്നല്ലേ? അപ്പൊ ഒരു പരിപ്പോട ആയാലും വെറുതെ അല്ല, എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച സമയത്ത് തന്നെ പരിപ്പുവട മേടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 2 എണ്ണം വേണം. പക്ഷെ ഇത്ര 2 എണ്ണം കറക്റ്റ് 2 ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല പരിപ്പോട. അപ്പൊ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോയാലോ? അപ്പൊ അടുത്തത് ഒരു ഫൺ സെഗ്മെന്റ് ആണ്. ഇത്ര നേരം ഭയങ്കര നമ്മള് ഫോർമൽ ആയിട്ടല്ല തന്നിരുന്നത്. അപ്പൊ നമുക്കൊരു ഫൺ സെഗ്മെന്റിലേക്ക് പോവാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നെവർ ഹാവ് ഐ എവർ എന്നുള്ളൊരു സെഗ്മെന്റ് ആണ്. ഇല്ല, നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. സോ തുടങ്ങല്ലേ? ഓക്കെ.
ഇഷ്ടപ്പെടാത്തൊരു ഫോട്ടോഗ്രാഫി കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടപ്പെടാത്തൊരു ഫോട്ടോ കണ്ടിട്ട് അയ്യോ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് റീസണും ഉണ്ട്. ലൈക്ക് അത് ഒരു ഫോട്ടോഗ്രാഫിയിൽ ഒരിക്കലും നമ്മൾ മോശം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അയാൾ കണ്ട കാഴ്ചയാണ്. അയാളെ കണ്ടിട്ട് കാഴ്ചയിൽ നമ്മളത് ഒരു നത്തിങ് കോൾഡ് ബാഡ് ഫോട്ടോഗ്രാഫി. അത് അയാളുടെ വ്യൂ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും സമയത്ത് റിജക്റ്റ് ആയി പോയിട്ട് ചമ്മിപ്പോയ സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എടുക്കണ്ട വേണ്ട എന്ന് പറഞ്ഞ പോയ ഒരു സിറ്റുവേഷൻ? എടുക്കണ്ടെന്നല്ല, ഞാൻ എടുത്തതിന് ശേഷം അത് കാണിച്ചെടുത്ത സമയത്ത് അത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരാളെ. സ്വന്തം പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഈ അടുത്ത് എന്റെ സ്റ്റോറി കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവുണ്ടാവും. ഞാൻ ഭയങ്കര ലൈക്ക് ഞാൻ അജിനോട് സംസാരിച്ച സമയത്ത് ഇതേപോലെ പറഞ്ഞ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് എടുത്തതിൽ ഫോട്ടോ കണ്ടിട്ട് ഇതത്ര കൊള്ളത്തില്ല, അയ്യേ പോരാ, ആ ഒരു സാധനം തോന്നിയിട്ടുണ്ടോ? ഐ ഹാവ്. ലൈക്ക് നമ്മളെ ലാസ്റ്റില് ഇൻസ്റ്റാഗ്രാം ലാസ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഭയങ്കര സംഭവമായിരുന്നു വിചാരിച്ച് ഗ്രേഡ് ചെയ്ത കുറെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. ഓക്കെ, സ്വന്തം കൂടെ വർക്ക് ചെയ്ത ആൾക്കാര് അടുത്ത ആരെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ? ദേഷ്യം ഇല്ല, ദേഷ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ വെഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് ഉള്ള ലൈക്ക് നമ്മുടെ ബ്രൈഡ് സൈഡ് ആണെങ്കിൽ ഗ്രൂം സൈഡിൽ നിന്ന് വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഗേൾസിനെ ലേഡി ഫോട്ടോഗ്രാഫറെ കണ്ടാൽ തന്നെ നമുക്കൊരു ഇതുണ്ട്. അപ്പം ഇവരിങ്ങനെ ഹെൽപ്പ് ചെയ്യണോ, വേണോ, ലൈറ്റ് സെറ്റ് ചെയ്ത് തരണോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ എന്തെങ്കിലും ആണ് പറഞ്ഞിട്ടുണ്ടോ? ഈ സെഗ്മെന്റ് ഇല്ല. രണ്ടെണ്ണത്തിൽ പറഞ്ഞില്ല അല്ലേ? കാണിച്ചില്ല അല്ലേ? കുഴപ്പമില്ല. നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പരിപാടി? എന്ത് ഫീൽ ചെയ്യുന്നു? നൈസ് ആണ്, ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ഫണ്ണിയാണ്. ഓക്കെ, നമുക്ക് ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും? മെസ്സേജ് പറയാന്നുണ്ടെങ്കിൽ ഫൈൻഡ് യുവർ സ്പേസ് ഓൾവേസ്, എവിടെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് നല്ലൊരു സെഷൻ ആയിരുന്നു, വെരി മച്ച് ഫൺ. നമുക്ക് നല്ല ഇൻഫർമേഷൻസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. സോ ബൈ.